Watch India's largest kids library only on Jio Hotstar. Download the app now. ചങ്കുകളെ നോക്ക്, എന്റെ പുതിയ കണ്ടുപിടുത്തോ. ഇതൊരു വ്യത്യസ്തമായ പ്രോജക്റ്റാ. ഇതിന്റെ പേരാണ് സ്ട്രിംഗിംഗ് ഗാഡ്ജറ്റ്. ഷ്രിങ്കിംഗ് ഗാഡ്ജറ്റ് പേരൊക്കെ കൊള്ളാം. ഞങ്ങൾക്ക് അതിന്റെ ജോലി ഒന്ന് കാണിച്ചതാ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇതുകൊണ്ട് ഏതൊരു വസ്തുവിനെയും നമുക്ക് ചെറുതാക്കി മാറ്റാൻ സാധിക്കും. ഇതാ നോക്ക്, കണ്ടില്ലേ? കൊള്ളാം ഡോക്ടർ ജഡ്ക, കൊള്ളാം. നിങ്ങളൊരു ഭയങ്കര സയന്റിസ്റ്റാ കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ഒറ്റ കണ്ടുപിടുത്തം കൊണ്ട് നിങ്ങൾ ഈ നാടിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തനായ സയന്റിസ്റ്റായി മാറാൻ പോവാ. ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഗവൺമെന്റിന് സെൻഡ് ചെയ്യാൻ പോവാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോയില് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും. വന്നേ വന്നേ, എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നേ. എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കട്ടെ. അരങ്ങരുത്. സ്റ്റഡി, റെഡി. എങ്ങനെയുണ്ട് ഫോട്ടോ ഷൂട്ട്? നിങ്ങൾ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്തത്. എന്നാ എന്റെ വക നിങ്ങൾക്ക് ഒരിക്കട്ടെ ഒരു പണി. എങ്ങനെയുണ്ട് എന്റെ പണി? ജോൺ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. വേഗത്തിൽ ഞങ്ങളെയൊക്കെ പഴയതുപോലെ ആക്കിക്കോ, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. എന്റെ മോട്ടു, നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? നിന്റെ ശബ്ദം ജോൺ കേൾക്കാൻ പോകുന്നില്ല. ഓ മോട്ടു ചങ്ക്, ഇതാ ഇത് പിടിക്കേ. ഇതില് മൈക്കും സ്പീക്കറും ഒക്കെ ഉണ്ട്. ഇതുവരെ അവൻ ചെറുതാക്കി കളഞ്ഞില്ലേ? ജോൺ, ഞങ്ങളെ എന്നും ഇതുപോലെ ആക്കാമെന്ന് നീ വ്യാമോഹിക്കണ്ട. ഞങ്ങളെ വേഗം പഴയതുപോലെയാക്ക്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓരോ ഇടിയും നീ ജീവിതകാലം മുഴുവനും മറക്കില്ല ജോണേ. വെറുതെ ഓലപ്പാപ്പനെ കാണിച്ച് പേടിപ്പിക്കല്ലേ പോട്ട്. കുള്ളലാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആദ്യം നീ കണ്ണാടി പോയി നോക്ക, എന്നിട്ട് എന്നോട് മൂപ്പിക്കാൻ വാ മോട്ടു. എന്റെ ജോണെ, ഒരു ഉറുമ്പ് കൂടെ വളരെ ചെറുതാണ്. പക്ഷെ ആ ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയുടെ അകത്തേക്ക് പോയാലുണ്ടല്ലോ, അത്ര വലിയ ആനയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്പർ 2, നമ്മുടെ ടൂൾസ് കിടത്തു. ഇനി ജോൺ എനിക്ക് ജോൺ, നീ ഒരുപാട് അഹങ്കരിക്കണ്ട. കാരണം പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല. ഇനി താൻ കണ്ടോ, ഞങ്ങൾ എല്ലാവരും ഈ കോലത്തിൽ തന്നെ നിന്നെ വെള്ളം കുടിപ്പിക്കുന്നത്. നീ കണ്ടോ ജോണേ? അവസാനം നീ തന്നെ ഞങ്ങളെ വലുതാക്കും. ഇതെന്റെ ചാലഞ്ചാണ് ജോണേ. ഇവന്മാരുടെ ശരീരം മാത്രമല്ല ബുദ്ധിയും ചെറുതായി പോയെന്നാ തോന്നുന്നത്. മറ്റൊരു ചലഞ്ചൊക്കെ ജോണിന് വെറും പുത്തിരിയ. നമ്പർ 1, അവരെ പിടിക്കണേ. ഓടിച്ചെടുത്തല്ല മോട്ടു. ഈ ചാലഞ്ച് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ ജോണിനെ പുകഴ്ത്തി പറഞ്ഞ് അവന്റെ കാല് പിടിച്ചിരുന്നുവെങ്കിൽ അവൻ നമ്മളെ വീണ്ടും വലുതാക്കിയാനേ. ഈ വെല്ലുവിളിയുടെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മമ്മി, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? എവിടെയാ നിങ്ങള്? എവിടെയാ പോയി വിളിച്ചിരിക്കുന്നേ? മുന്നോട്ട് വാടാ. തിരിയ ബോസ് ബോസ്, അവരെ കിട്ടിയില്ല. ബോസ് ബോസ്, നിങ്ങൾ എന്തിനാ 4 കാലിൽ നടക്കുന്നത്? അക്കുത്തേക്ക് താര വരുമ്പത്ത് കല്ലേ കുത്ത് കടുങ്കുത്ത്. ജോണിന് എന്ത് പറ്റാൻ? ഒരു കുഴപ്പമില്ല. വെറുതെ വാതി പഠിക്കാതെ അവന്മാരെ പോയി പിടിക്കാൻ നോക്ക്. അവന്മാരെ പൊത്തിനകത്ത് കയറിയിരിക്കുക. ഒട്ടും പൊത്തിനും പുറത്തേക്ക് വാടാ. എന്റെ കയ്യിലും കാരണം നിങ്ങളെ കിട്ടിയാലുണ്ടല്ലോ. മോട്ടു ചങ്കെ, ഇപ്പൊ നീ പിടിച്ചു നിൽക്കുന്ന കുപ്പിയില്ലേ, അത് ജോണിന്റെ ദേഹത്തേക്ക് കമത്ത്. ഓഹോ, നിങ്ങള് മുകളിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്ത് വായ നോക്കി നിൽക്കോടാ. അവന്മാരെ പോയി പിടിക്ക. എന്താ ഇവിടെ ഒരു പുക ഭയം? ഇനി വേഗം വല്ല ഇറങ്ങി വന്നതാണാവോ? ഇവിടെ ഇനി മഞ്ഞുമഴയോ വല്ലോ പെയ്യോ? ഇപ്പൊ ഊട്ടിയിലുള്ളത് പോലെ ഒരു ഫീല്. ബോസ് ബോസ്, ഇത് മേഘങ്ങളൊന്നുമല്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നോക്കൂ, അവിടെ നിന്നാണ് മേഘങ്ങൾ വരുന്നത്. എന്റെ തലയിരുത്തി ഇതെങ്ങനെ സംഭവിച്ചു?
നമ്പർ 1 നമ്പർ 2 തീ അടക്കടാ. വിടറാ കാലേന്ന് വിടറാ. താങ്ക് യു. കുറച്ച് വെള്ളം കിട്ടുവോ? ഒന്ന് എടുത്തോണ്ട് വാടേ. തീ പിടിച്ചെന്ന് കരുതി ഇങ്ങനെയൊക്കെ കാലം പിടിച്ച് കമത്താവോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ്. ജോൺ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിനക്ക് സറണ്ടർ ആവാൻ ഒരു ചാൻസ് കൂടെ ഞങ്ങൾ തരാം. പറയൂ, സമ്മതമാണോ? ഈ ജോൺ ദി ഡോണ്ട് സറണ്ടർ ആവാനോ? ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ കയ്യിൽ ലോക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ? മോട്ടു ചങ്കെ, എന്റെ കയ്യിൽ അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്. ഒരു ഹൈടെക് ലോക്കിംഗ് സിസ്റ്റം എന്റെ അടുത്തുണ്ട്. മോട്ടു ചങ്കെ, ഇതാ നീ സ്വിച്ച് കണ്ടില്ലേ? അതൊന്ന് പ്രസ് ചെയ്താൽ മതി, ലോക്ക് ആയിക്കോളും. ഏയ് എടാ തടിയന്മാരെ, നിങ്ങൾ എന്ത് വായി നോക്കി നിൽക്കുക? അവന്മാരെ പോയി പിടിക്കേ. ഐഡിയ. അതെ, തുറക്ക്. ബോസ്, ഡോക്ടർ ജഡ്കയുടെ ലാബ് പൂട്ടിയെന്നാ തോന്നുന്നേ. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? രക്ഷപ്പെടാൻ പോകുന്നത് നമ്മളല്ലോ, ലവന്മാരല്ലേ. പക്ഷെ ബോസ്, നമ്മളല്ലേ അനുഭവിക്കുന്നത്. ഞാൻ പറയുന്നത് കേക്കൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. ആത്മവിശ്വാസമില്ലാത്തവൻ തടിയൻ. അവന്മാരെ വേഗം പോയി കണ്ടുപിടിക്കാൻ നോക്ക്. ഇതിന് നല്ലൊരു അവസരം നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. അവന്മാരിപ്പോ പേടിച്ചരണ്ട് നിൽക്കുക. ബോസ്, വെറുതെ ആവശ്യമില്ലാത്തതിൽ ഇടപെടാതെ. അത് നമുക്ക് തന്നെ പാരയായിട്ടല്ലേ വരുന്നത്. ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. നമ്പർ 1, ഇങ്ങോട്ട് ആജ്ഞയൊന്നും വേണ്ട. ഡോക്ടർ ജഡ്ക, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിലേ ആ ജോണിനെയും കൂട്ടുകാരെയും നമുക്കൊരു പാഠം പഠിപ്പിക്കായിരുന്നു. പോയി പത്തിലു ചങ്കെ, നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? നമ്മുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടല്ലോ. ഞാനത് സ്ട്രിങ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ രക്ഷകിരി അത് മതിയതേ. എന്താ ചങ്കുകളെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്? എന്താ കാര്യം? എന്തുകൊണ്ട് ആദ്യം പറയാതിരുന്നത് ഹെൽമെറ്റ് ഉണ്ടെന്നുള്ള കാര്യം? അടിക്കല്ലേ. എന്റെ പൊന്നു ചങ്കുകളെ, അടിയൊന്ന് നിർത്ത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അത് എന്റെ തെറ്റാ. ഇനി ജോണിന് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ കൈ പോയേ. ഈയിടെ തടിയന്മാരെ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നത്? അവന്മാരെ പോയി പിടിക്കേ. ജോൺ, നിനക്കൊരു ചാൻസ് കൂടെ തരാം. ഇനിയെങ്കിലും നിന്റെ മനസ്സ് മാറ്റിക്കോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ഗ്യാപ്പ് മതി പുറത്തേക്ക് പോവാൻ. പക്ഷേ നീയും നിന്റെ കൂട്ടരും എന്ത് ചെയ്യും? പറ. നിനക്ക് പുറത്തേക്ക് പോവാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയല്ലേ? പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ആലോചിക്കേ. നിനക്കൊന്നും കഴിക്കാനും കിട്ടില്ല, കുടിക്കാനും കിട്ടില്ല. ഞങ്ങൾക്കത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ജോണിന് കൂട്ടുകാരൻ പട്ടിണി കിടന്ന് കഷ്ടപ്പെടാൻ പോകുന്ന കാണാൻ പോണേ. ബോസ്, ഒരുപാടായി. ഇനി ഈ കളി വേണ്ട. ഞാൻ പറയുന്നത് അനുസരിക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ പിന്നെ സോറി ബോസ്.
ഇനി എന്നെ തല്ലരുത്. ഒന്നുമല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ബോസ് അല്ലേ. നിനക്കൊക്കെ ഇത്രയും ശക്തി ഉണ്ടായിരുന്നോടെ. സമ്മതിച്ചിരിക്കുന്നു. അവന്മാരെവിടെയാണ്? എവിടെ? എല്ലാവരും വന്ന് ഒരുമിച്ച് നിൽക്ക്. ഒരു മിനിറ്റ്, എല്ലാവരും നിന്ന്. ജോൺ അതിന് സമ്മതിച്ചില്ലല്ലോ. വിശ്വസിക്കേ. സേ ചീസ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ നോർമലായി കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ. ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു. ഹോസ്പിറ്റലല്ല, നീ ഇപ്പൊ ജയിലിലേക്കാണ് പോണ്ടത്. ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. Watch India's largest kids library only on Geo Hotstar. Download the app now.